നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മക്കളുടെ വിവാഹം ഏതൊരു മാതാപിതാക്കളുടെയും വളരെ ഏറെ ആഗ്രഹത്തോടെയുള്ള അല്ലെങ്കിൽ വളരെയേറെ പ്രാർത്ഥനയോടുകൂടി നടത്തുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മക്കളുടെ വിവാഹം. നല്ല രീതിയിൽ മക്കൾ വിവാഹം കഴിച്ച് ഭർതൃവീട്ടിൽ വളരെ സന്തോഷത്തോടെ, ഐശ്വര്യത്തോടെ, ഭാഗ്യവതിയായി, ഭർതൃമതിയായി കഴിയുന്നത് ഏതൊരു മാതാപിതാക്കൾക്കും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മക്കൾ, അതായത് പെൺമക്കൾ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ, വീട്ടിൽ വന്ന് നമ്മുടെ സ്വന്തം വീട്ടിൽ വന്ന് കുറച്ച് ദിവസം നിന്നതിന് ശേഷമോ അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ വന്ന് വൈകുന്നേരം പോകും. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴും നമ്മൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സന്തോഷപരമായി നമ്മുടെ മക്കൾക്ക് അവരുടെ ഭർതൃ വീട്ടിലേക്ക് കൊടുത്തയക്കാറുണ്ട്. അപ്പോൾ പല സാധനങ്ങൾ കൊടുത്തയക്കാറുണ്ട്. അപ്പോൾ ഇത് കൊടുത്തയക്കുമ്പോൾ ഇതിന് പിന്നിൽ ചില ദോഷങ്ങൾ വരുന്ന സാധനങ്ങളുമുണ്ട് എന്നുള്ളത് നമ്മൾ പലരും അറിയാതെ പോകുന്നുണ്ട്. അതായത് നമ്മൾ സന്തോഷം കൊണ്ട് കൊടുത്തയക്കുന്നത് ചിലപ്പോൾ അവർക്കത് ദോഷമായി മാറാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഭർതൃ വീട്ടിലേക്ക് പോകുന്ന മക്കളുടെ കയ്യിൽ കൊടുത്തു വിടാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില വസ്തുക്കളുണ്ട്. അവർക്ക് ദോഷമായി ഭാവിയിൽ അത് മാറാൻ സാധ്യതയുള്ള ചില സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇങ്ങനെ സ്വന്തം ഭവനത്തിൽ നിന്ന് അവിടെ വന്ന് പോകുന്ന സമയത്ത് മക്കളുടെ കയ്യിൽ, ഭർതൃവീട്ടിലേക്ക് പോകുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ മോളുടെ കയ്യിൽ കൊടുത്തു വിടാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് ഗ്യാസ് സ്റ്റൗ ആണ്. അപ്പോൾ ഗ്യാസ് സ്റ്റൗ, അതായത് ചില വീട്ടിലോട്ട് പോകുമ്പോൾ പുതിയത് വീട്ടിൽ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പുതിയതായിട്ട് നമ്മൾ ഉപയോഗിക്കാതിരുന്നതോ ഒക്കെ മക്കളുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ മോള് അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അവൾക്ക് അത് ഉപയോഗിക്കാനാവട്ടെ എന്ന് കരുതി ചിലപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ കൂടി അഡീഷണലായിട്ട് നമ്മൾ ഒന്നുകൂടി ചിലപ്പോൾ കൊടുത്തു വിടും. അപ്പോൾ അത് നമ്മൾ സ്നേഹം കൊണ്ട് കൊടുക്കുന്നതാണ്. എങ്കിൽ പോലും ഇതൊന്ന് അറിഞ്ഞിരിക്കും, ഒരിക്കലും സ്വന്തം മകൾ ഭർതൃവീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അവൾക്ക് സ്നേഹസമ്മാനമായി ഒരിക്കലും ഒരു ഗ്യാസ് സ്റ്റൗ കൊടുത്തുവിടാൻ പാടില്ല. ഗ്യാസ് സ്റ്റൗ കൊടുത്തുവിടാനേ പാടില്ല. കൊടുത്തുവിടാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഗ്യാസ് സ്റ്റൗ കൊടുത്താൽ അത് വളരെ അവരുടെ കുടുംബജീവിതത്തിൻ്റെ സുസ്ഥിരതയ്ക്കും സമാധാനത്തിനും കോട്ടം തട്ടുന്ന ഒരു കാര്യമാണ് ഗ്യാസ് സ്റ്റൗ. അതുകൊണ്ട് ഒരിക്കലും മകളുടെ ഭർതൃവീട്ടിലേക്ക് അവൾ പോകുമ്പോൾ അവളുടെ കയ്യിൽ ഗ്യാസ് സ്റ്റൗ കൊടുത്തുവിടാൻ, ഉപകാരമായിട്ടായാലും അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്തോഷമായിട്ട് നമ്മൾ തങ്ങുന്ന കാര്യമാണല്ലോ ഉപഹാരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവൾ നമ്മളോട് ചോദിച്ചിട്ട്, അമ്മ എനിക്കൊരു ഗ്യാസ് സ്റ്റൗ ഇവിടെ വേണം, ഇവിടെ അഡീഷണലായിട്ട് ഒരെണ്ണം ഇരിക്കുന്നില്ല, ഞാൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും ഗ്യാസ് സ്റ്റൗ മകൾക്ക് ഭർതൃവീട്ടിലേക്ക് പോകുന്ന മകളുടെ കയ്യിൽ കൊടുത്തുവിടാൻ പാടുള്ളതല്ല. അതുപോലെ അടുത്തത് അച്ചാർ. ചിലപ്പോൾ ചില വീട്ടുകളിൽ ഇപ്പം മാങ്ങ സീസണാണ്, ധാരാളം മാങ്ങയുള്ള സമയത്ത് അമ്മ ഭയങ്കര സ്നേഹത്തോടെ മോൾക്ക് കൊടുക്കാനായി കുപ്പിയിൽ ഉടയുന്ന കുപ്പിയിൽ അച്ചാറൊക്കെ ഇട്ട് വെക്കാറുണ്ട്. ഉടയുന്ന കുപ്പിയിൽ നിന്ന് മാത്രമല്ല, പ്ലാസ്റ്റിക്കിലായാലും ഒരിക്കലും മക്കൾ വീട്ടിൽ വന്ന് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ വീട്ടിൽ വന്ന് അവർ ഭർതൃ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരിക്കലും അച്ചാർ അവർക്ക് കയ്യിൽ കൊടുത്തു വിടാതിരിക്കുക. അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ മക്കൾക്ക് മാത്രമെന്നല്ല, വീട്ടിൽ പച്ച മത്സ്യം കൊടുക്കുന്നതിന് വലിയ വിഷയങ്ങളില്ല. പക്ഷേ കറി വെച്ച മത്സ്യമാംസാദികൾ ഒരിക്കലും, അത് ഭർതൃ വീട്ടിലോട്ട് പോകുന്ന മകൾക്കെന്നല്ല, ആർക്കും വീടുകളിലേക്ക് കൊടുത്തയക്കാൻ പാടില്ല കറി വെച്ചത്. കാരണം അങ്ങനെ കറി വെച്ചത് മറ്റൊരു വീട്ടിലേക്ക് കൊടുത്തയക്കുമ്പോൾ കലഹങ്ങൾ ഉണ്ടാകാൻ, എത്ര കൂട്ടായിട്ടിരുന്ന ആളുകളും കാരണമില്ലാതെ ഒരു പ്രശ്നവുമില്ല, അവർക്ക് പോലും അറിയത്തില്ല കാരണം എന്താ, അങ്ങനെ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മത്സ്യമാംസാദികൾ പാചകം ചെയ്തത് ഒരിക്കലും നല്ല കറിയായിട്ട് ഒരിക്കലും ബന്ധു വീട്ടിലോട്ടോ കൊടുത്തുവിടാൻ പാടില്ല. അതുപോലെ തന്നെ കല്യാണം കഴിച്ചു വിട്ട് മകൾക്ക് അവളുടെ ഭർതൃ വീട്ടിലേക്ക് ഒരിക്കലും അച്ചാറും കൊടുത്തുവിടാൻ പാടുള്ളതല്ല. അടുത്തതായിട്ട് ഉപ്പും ഒരിക്കലും ഇപ്പം നമ്മളെ ഭവനത്തിൽ അങ്ങനെ കൊടുക്കാറില്ല എങ്കിൽ പോലും പറയുകയാണ്, ഭവനത്തിൽ ചിലപ്പോൾ അധികമായിട്ടിരിക്കും, മോളേതാണ്ട് 2 പാക്കറ്റ് ഉപ്പും കൂടെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കൂടി, വീട്ടിൽ വന്ന് 2 ദിവസം നിന്നിട്ട് പോകുമ്പോൾ. അങ്ങനെ ഒരിക്കലും കൊടുത്തുവിടാൻ പാടുള്ളതല്ല. അവിടെ ആ വീട്ടിലും മകൾക്ക് സ്വൈര്യമായൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വളരെയേറെ വിലങ്ങുതടിയായി മാറുന്ന ഒരു കാര്യമാണ് ഉപ്പ്. അടുത്തതായിട്ട് ടവൽ, അതായത് തോർത്ത്, സംഭവങ്ങൾ. ടവൽ ഒരിക്കലും, ഇതും അവരുടെ ഭവനത്തിലേക്ക്, നമ്മുടെ വീട്ടിൽ വന്ന് പോകുമ്പോൾ, ചിലപ്പം ഗൾഫിൽ നിന്നൊക്കെ നമ്മൾ വരുമ്പോൾ
അച്ഛന്മാർ വരുന്ന സമയത്ത് ടവലായിട്ട് നല്ല രീതിയിലുള്ള മോഡേൺ ടവൽ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരാറുണ്ട്. ഇതും ഒരിക്കലും നമ്മുടെ സ്വന്തം ഭവനത്തിൽ വന്ന് നിന്നതിന് ശേഷം പോകുന്ന മകൾക്ക് സമ്മാനമായി ടവൽ അതും കൊടുത്തുവിടാൻ പാടുള്ളതല്ല. നമ്മൾ മകളെ വേറൊരിടത്തേക്ക് കെട്ടിച്ചയക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ അവിടെ സുസ്ഥിരമായൊരു ഭാവി അല്ലെങ്കിൽ സ്ഥിരതയോടുകൂടി ഒരു സന്തോഷകരമായ ഒരു ജീവിതം അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു ഭാവി അവൾക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കൊടുത്തു വിടുമ്പോൾ അത് അവളുടെ ഭാവിക്ക് കൂട്ടം തട്ടുന്നതാണെങ്കിൽ അത് കൊടുത്തു വിടാതിരിക്കാനാണ് പ്രത്യേകമായിട്ട് അത് ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് അക്വേറിയം. ചില ആളുകൾ ഇപ്പം മോളുടെ വീട്ടിലോട്ടൊന്ന് പോകാനായിട്ടിരിക്കുക, നമുക്കൊരു കാര്യം ചെയ്ത് അക്വേറിയം വാങ്ങിച്ചുകൊണ്ട് അവളെ കാണാനായിട്ട് പോകാം എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ നമ്മൾ ഉപഹാരമായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ അവൾക്കും മീനുകളോട് ഭയങ്കര ഒരു താല്പര്യമാണ്. അവൾക്ക് ഇവിടെ ഉള്ളപ്പോഴും സ്വന്തം വീട്ടിലായിരുന്നപ്പോഴും അക്വേറിയം വലിയ ഇഷ്ടമായിരുന്നു. അവിടെ അക്വേറിയം ഇല്ലല്ലോ, നമുക്കൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം എന്ന് ചില മാതാപിതാക്കൾ ചിന്തിക്കുന്നവരും ഉണ്ടാകാം. പക്ഷെ ഒരിക്കലും ആ വീട്ടിലോട്ട് അക്വേറിയം ഒരു ഉപഹാരമായിട്ട് മോൾക്ക് കൊടുക്കാൻ പാടുള്ളതല്ല. ഭർത്തൃ വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പാടുള്ളത്. അക്വേറിയം അത് ഒരു ചില്ല് ഗ്ലാസ് ആണ് അല്ലെങ്കിൽ ചില്ല് കൂടാണ്. അതിനുള്ളിൽ കുറച്ച് മത്സ്യങ്ങൾ അവർ പുറത്തോട്ട് പോകാൻ കഴിയാതെ ബന്ധനസ്ഥരായതുപോലെ അത് കഴിയുകയാണ്. അതുപോലെ ആ ചില്ല് കൂട് അത് ഏത് നിമിഷവും താഴെ വീണ് പൊട്ടിപ്പോയാൽ ചില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു കുപ്പി ഗ്ലാസ് ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് അത് വർണ്ണപ്പകിട്ടോടു കൂടി ഇരുന്നാൽ പോലും അറിയാതെ കൈകൊന്ന് തട്ടിയാൽ നിലത്ത് വീണു അത് ഉടഞ്ഞ് നശിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് പോലെയാണ് ഇതിൻ്റെ അർത്ഥവും കാര്യം പറയുന്നത്. അവിടെ നമ്മളിത് കൊണ്ടു കൊടുക്കുമ്പോൾ അവർ സുസ്ഥിരമായ ജീവിതത്തിന് വേണ്ടിയാണ് അവരവിടെ നിൽക്കുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അത് നെഗറ്റീവായി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അക്വേറിയവും മകളെ കാണാൻ പോകുമ്പോൾ ഭർത്തൃ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ മൂർച്ചയുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള ഇരുമ്പ്, പിച്ചാത്തി. ചിലപ്പോൾ ചില വീടുകളിൽ മക്കൾ പറയാറുണ്ട്, അച്ഛാ അവിടെ അല്ലെ അമ്മയുടെ അമ്മ അവിടെ ഒരു കോടാലി അല്ലെങ്കിൽ കത്താൾ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ മൂർച്ചയുള്ള ഇരുമ്പൊന്നും അവിടെ ഇച്ചിരി ഇരുമ്പിന് മൂർച്ച കുറവുണ്ട്, അമ്മ വരുമ്പോൾ ഇവിടുന്ന് 2 ഇരുമ്പ് വാങ്ങിച്ചുകൊണ്ട് വരണേ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് 2 ഇരുമ്പ് കൊണ്ടുവരണേ, നല്ല പുതിയത് 2 ഉപയോഗിക്കാതെ അവിടെ ഇരിക്കുന്നത് അത് വീണ്ടും കൊണ്ടുവരണേ എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരിക്കലും മൂർച്ചയുള്ള വസ്തുക്കൾ കൊണ്ടുപോകുമ്പോഴും നമ്മൾക്ക് ആലോചിക്കും, ബന്ധങ്ങൾ തമ്മിൽ രണ്ടാക്കുന്ന വസ്തുവാണ് മൂർച്ചയുള്ളവ. ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മൂർച്ചയുള്ള ഒരു വസ്തു, ഒരു കയർ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സാധനങ്ങൾ യോജിക്കുന്നതിനെ തന്നെ രണ്ടാക്കുന്ന ഒരു സംഭവമാണ് മൂർച്ചയുള്ള വസ്തുക്കൾ മുഖേന. അപ്പോൾ ബന്ധങ്ങളെ രണ്ടാക്കുന്നതിനും ആ കുടുംബപരമായി കലഹങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമായേക്കാം മൂർച്ചയുള്ള വസ്തുക്കൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അതുപോലെ ബാഗ്, വാലറ്റ്. അപ്പോൾ ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പാദ്യം അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം നമ്മൾ സൂക്ഷിക്കുന്ന ഇതിലെ ബാഗ് അല്ലെങ്കിൽ വാലറ്റിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളുടെ മകളുടെ ഭവനം അതായത് ഭർത്തൃ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. കാരണം നമ്മുടെ സമ്പത്ത് നമ്മൾ നഷ്ടപ്പെടുത്തി മറ്റൊരാൾക്ക് കൊടുക്കുന്നത് പോലെയാണത്. സ്വന്തം മകൾക്കാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ പണം വരുന്ന അവർക്ക് തന്നെയാണ്. അപ്പം നമ്മളെ നഷ്ടപ്പെടുത്തി അവർക്ക് നമ്മൾ ഇന്ന് കൊടുത്ത നാളെ നമ്മൾക്കൊന്നും ഉണ്ടാകുന്നില്ല. നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നൊരു സമയത്തും അവർക്ക് ഉപകരിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾക്കുള്ള ബാഗ്, ഇങ്ങനെയുള്ള ബാഗ് അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന വാലറ്റ് എന്ന് പറയത്തില്ലേ, വാലറ്റ് എന്ന് പറയും, അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരിക്കലും മകൾക്ക് ഉപഹാരമായി കൊടുക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്വന്തം മകൾ വീട്ടിൽ വന്ന് അവൾ ഭർത്തൃ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന നേരം കൊടുത്തുവിടാൻ പാടില്ലാത്ത കലഹങ്ങൾ, സാമ്പത്തികമായ ദുരിതങ്ങൾ, കാരണമില്ലാത്തതായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക അരക്ഷിതാവസ്ഥ, ഇങ്ങനെയുള്ള കാരണങ്ങൾ അവർക്ക് ഭാവിയിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാരണം ഒരു പ്രശ്നവും ഇല്ലാതിരുന്നതാണ് പെട്ടെന്ന് ഒരു കണ്ണേറെന്നൊക്കെ പറയുന്ന പോലെ ചില എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മൾ പറയാറില്ലേ. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്നും അറിയാതെ ഉണ്ടാകുന്ന എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളുടെ ഒരു മുൻകരുതൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ ഒരിക്കലും സ്വന്തം ഭവനത്തിലേക്ക് വന്ന മകൾ തിരിച്ചു ഭർത്തൃ വീട്ടിലേക്ക് പോകുമ്പോൾ കൊടുത്തുവിടാൻ പാടുള്ളതല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ കാണും, ഇഷ്ടമാകാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട കടമയുണ്ട്. അത് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമൊക്കെ നിങ്ങളുടെ രീതി പോലെ അത് നമ്മൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്വീകരിക്കണമെന്നും അഭിപ്രായം നമ്മൾക്കില്ല. സ്വീകരിക്കാവുന്നത് സ്വീകരിക്കുക, ഏത് കാര്യമായാലും സ്വീകരിക്കാൻ പറ്റുന്നത് സ്വീകരിക്കുക, തള്ളാൻ പറ്റുന്നത് തള്ളുക, കൊള്ളാൻ പറ്റുന്നത് കൊള്ളുക, അത്രമാത്രം. നന്ദി, നമസ്കാരം.